ഫിഫ ക്ലബ് ലോകകപ്പിന് നാളെ തുടക്കം. പുലർച്ചെ 5:30 ആരംഭിക്കുന്ന ഇന്റർ മയാമി അൽ ഹിലാൽ മത്സരത്തോടെയാണ് ക്ലബ് വേൾഡ് കപ്പിന് തുടക്കമാവുക. നാളെ രാത്രി 9:30 ബയൺ മ്യൂണിക് ഓക്ലാൻഡ് സിറ്റിയെ നേരിടും. 32 ടീമുകളുമായി പുതിയ ഫോർമാറ്റിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് അമേരിക്കയിലെ 11 നഗരങ്ങളിലെ 12 വേദികളിലായി നടക്കും. 8 ഗ്രൂപ്പുകളിലായി തിരിച്ച ടീമുകളിൽ നിന്ന് ആദ്യ 2 സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലെത്തും. ഫൈനൽ ജൂലൈ 13-നാണ്. യൂറോപ്പിൽ നിന്ന് 12 ടീമുകളാണുള്ളത്. തെക്കേ അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾ, ആഫ്രിക്ക, ഏഷ്യ, കോൺകാഫ് മേഖലകളിൽ നിന്ന് 4 വീതം ടീമുകൾ, ഓഷ്യാനിയയിൽ നിന്ന് 1 ടീം, ആതിഥേയരായ ഇന്റർ മയാമി എന്നിവർ പങ്കെടുക്കും. 2021-24 കാലയളവിലെ പ്രകടനമാണ് യോഗ്യതയ്ക്ക് മാനദണ്ഡമായത്. ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ, വിനീഷ്യസ് ജൂനിയർ, എർലിംഗ് ഹാലൻഡ് തുടങ്ങിയ താരങ്ങൾ ഉൾപ്പെടുന്ന ഈ ടൂർണമെന്റ് ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരും. റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്, PSG, ഇന്റർ മിലാൻ, ബൊറുസിയ ഡോർട്ട്മുണ്ട്, യുവന്റസ്, അത്ലറ്റിക്കോ മാഡ്രിഡ് തുടങ്ങിയ വമ്പന്മാർ യൂറോപ്പിൽ നിന്ന് പോരാട്ടത്തിനെത്തുന്നു. ടൂർണമെന്റിലെ ഔദ്യോഗിക സംപ്രേഷണ മംഗലയായ DAZN.com-ൽ ടൂർണമെന്റിലെ 63 മത്സരങ്ങളും സംപ്രേഷണം ചെയ്യും. ഇന്റർ മയാമി അൽ ഹിലാൽ മത്സരം DAZNന്റെ യൂട്യൂബ് ചാനലിലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ക്ലബ് വേൾഡ് കപ്പിനുള്ള ഫിഫയുടെ ആഗോള പ്രക്ഷേപണ പങ്കാളിയാണ് DAZN എല്ലാ ക്ലബ് വേൾഡ് കപ്പ് മത്സരങ്ങളും ആഗോളതലത്തിൽ സൗജന്യമായി തത്സമയം സ്ട്രീം ചെയ്യുമെന്നും ഒളിമ്പിക് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.